ബിഗ് ബോസ് മലയാളം സീസൺ 7 ലേറ്റസ്റ്റ് വോട്ടിംഗ് അപ്ഡേറ്റുകളാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 11 പേരോളം അടങ്ങിയ വോട്ടിംഗ് ലിസ്റ്റായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് ശക്തമായ രീതിയിലുള്ള വോട്ടിംഗ് തന്നെയാണ് നടന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിംഗ് അവസാനിക്കാനുള്ളത്. ആ ടൈമിൽ ഇന്ന് 10 മണിവരെയുള്ള വോട്ട് അപ്ഡേറ്റാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത്. അനീഷും ഷാനവാസും അക്ബറും ലക്ഷ്മിയും അടക്കം ഏകദേശം എല്ലാ പ്രമുഖ താരങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നു. അതിൽ തന്നെ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അനീഷാണ്. അനീഷിന് കിട്ടിയിരിക്കുന്നത് 1,06,780 വോട്ടുകളാണ്. ലക്ഷ്യം കടന്നിരിക്കുകയാണ് നമ്മുടെ അനീഷിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അതിന് കാരണം. സാധാരണക്കാരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസിലൂടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടിയിരിക്കുകയാണ് അനീഷ്. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുള്ള ഷാനവാസിന് 94,000 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഷാനവാസും ഈ പറയുന്നതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പോരാളിയാണ്. നല്ലൊരു മത്സരാർത്ഥിയാണ്. ടോപ്പ് 3യിൽ വരാൻ പോസിബിലിറ്റിയുള്ള മത്സരാർത്ഥിയാണ്. ഇപ്പോൾ ഷാനവാസ് 94,000 വോട്ടുകൾ നേടിയാണ് രണ്ടാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ മൈൻഡ് ഗെയിമർ എന്നൊക്കെ അറിയപ്പെടുന്ന അക്ബറാണ്. അക്ബറിന് കിട്ടിയിരിക്കുന്നത് 87,900 വോട്ടുകളാണ്. അക്ബർ ഈ പറഞ്ഞതുപോലെ അല്പം സൈലൻ്റ് ആയിട്ടാണ് ഇത്തവണ കാര്യങ്ങൾ നീക്കിയതെങ്കിലും നന്നായി തന്നെ പ്രേക്ഷകർ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടാസ്കുകളെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് അയാൾ അർഹിക്കുന്നതാണ്. ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 81,000 വോട്ടാണ്. നാലാം സ്ഥാനത്താണ് ലക്ഷ്മി ഉള്ളത്. ലക്ഷ്മി അന്ന് പറഞ്ഞതുപോലെ LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ പേരിൽ ലക്ഷ്മിക്ക് ഓൾറെഡി ഒരു അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസിൽ കിട്ടിയ വോട്ടാണ് ഈ പറയുന്ന 81,000 വോട്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊട്ട് താഴെയുള്ള ജിസേലിന്, അഞ്ചാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 76,800 വോട്ടുകളാണ്. ജിസേലും ആര്യനും ഒരുമിച്ചാണ് നടക്കുന്നതെങ്കിൽ പോലും ജിസേലിൻ്റെ ഒരു ഗെയിമിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്നാണ് ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആറാം സ്ഥാനത്തുള്ള നമ്മുടെ അഭിലാഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് 61,000 വോട്ടാണ്. വന്ന ആദ്യത്തെ 2 ആഴ്ചകളിൽ അത്യാവശ്യം ഒരു ആംഗ്രി യങ് ഹീറോ എന്നുള്ള ഒരു ടാഗ് ലൈൻ കിട്ടിയ അഭിലാഷ് ഇപ്പോൾ വളരെയധികം പതുങ്ങിയിരിക്കുന്ന ഒനിൽ സാബുവിൻ്റെയൊക്കെ പിടിയിൽ പെട്ടുപോയൊരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും 6ാം സ്ഥാനത്ത് 64 വോട്ടുകളുടെ അഭിലാഷ് നിൽക്കുമ്പോൾ 7ാം സ്ഥാനത്തുള്ള ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് 58,900 വോട്ടുകളാണ്. ബിന്നിയും ഈ പറഞ്ഞ പോലെ ആദ്യ ആഴ്ചകളിൽ നെഗറ്റീവ് ആണെങ്കിലും പിന്നീട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ബിന്നി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ബിന്നിക്ക് 58,900 വോട്ടുകൾ നേടാൻ കഴിഞ്ഞത്. തൊട്ട് താഴെ ആദ്യമായി നോമിനേഷൻ വന്ന ജിഷിനാണ്. ജിഷിന് കിട്ടിയിരുന്ന വോട്ട് 55,000 വോട്ടുകളാണ്. 8ാം സ്ഥാനത്താണ് ജിഷിനുള്ളത്. ജിഷിൻ എന്തായാലും ഡേഞ്ചർ സോണിലല്ല നിലവിൽ. ജിഷിന് 55,000 വോട്ടുകളുണ്ട്. ആദ്യമായിട്ട് എലിമിനേഷൻ വരുന്നു. അനുമോൾ ഫാൻസിൻ്റെയൊക്കെ വോട്ട് ജിഷിന് കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 9ാം സ്ഥാനത്തുള്ള ആര്യന് കിട്ടിയിരിക്കുന്നത് 53,200 വോട്ടുകളാണ്. ആര്യനും ജിസയിലും കൂടി ഒരുമിച്ച് ഒരൊറ്റ ഗെയിമറായിട്ട് കളിക്കുന്നു എന്നുള്ള ആരോപണം പുറത്ത് നിൽക്കെ സ്വാഭാവികമായിട്ടും ആര്യൻ്റെ ഇമ്മച്യൂർ പ്രകടനമൊന്നും ഇഷ്ടമില്ലാത്ത പ്രേക്ഷകർ ആര്യനെ വോട്ട് ചെയ്യാറില്ല. എങ്കിലും 53,200 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 10ാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാൻ കിട്ടിയിരിക്കുന്നത് 46,000 വോട്ടാണ്. ആകാശ് സാബുമാൻ ഏത് നിമിഷവും പുറത്ത് പോകാം എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ആകാശ് സാബുമാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ ആഴ്ച ആകാശ് സാബുമാൻ പുറത്താവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാര്യം 46,000 വോട്ടുകളാണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ആദില 44,500 വോട്ടുകളുടെ കൂടിയാണ് നിൽക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും താഴെയാണ് ആദിലയുടെ സ്ഥാനം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദിലയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാനുള്ള ചാൻസ് ഉണ്ട്. ഒരാളാണ് എവിക്റ്റ് ആവുന്നതെങ്കിൽ ആദില അല്ലെങ്കിൽ സാബുമാൻ എന്തായാലും പുറത്തു പോകും. 2 എവിക്ഷൻ ആണെങ്കിൽ 2 പേരും പുറത്തു പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നാണ് വോട്ട് വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.